നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് ആകാശേ. ഒക്കെ എന്റെ കുഴപ്പമാണോ അതോ സാഹചര്യങ്ങളുടെ കുഴപ്പമാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്നെയും കൂടി കൺഫ്യൂഷൻ ആക്കാതെ കാര്യം തെളിച്ചു പറ. എടോ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ആക്ച്വലി ഈ സ്ത്രീകളുടെ സൈക്കോളജി എന്താ? അവരുടെ മനസ്സെങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ഓരോ കാര്യങ്ങളെയും അവരെത്ര ഡിഫറെന്റ് ആയിട്ടാ കാണുന്നത്. അതെ, അതൊക്കെ വളരെ ശരി തന്നെ. നിന്റെ പ്രശ്നം എന്താ അത് പറ. എടാ, എങ്ങനെയുള്ളവരോടാ അവർക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവുക, സമയം ചെലവഴിക്കാൻ തോന്നുക? ഇനി നമ്മൾ അവരോട് എങ്ങനെയൊക്കെ പെരുമാറണം? എത്ര ചിന്തിച്ചിട്ടും എനിക്ക് അതൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. എടാ, നമ്മൾ കൊടുക്കുന്നതല്ല അവരെ സന്തോഷിപ്പിക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? തമാശ അല്ല ഞാൻ പറഞ്ഞത്. ഒരു പാർട്ണറിൽ നിന്ന് അവരെന്താ പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്ക് സത്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. എടാ, അങ്ങനെ അങ്ങ് ജനറലൈസ് ചെയ്യാതെ. ചോദിക്കുന്നത് സുമിയെ കുറിച്ചാണെങ്കിൽ അങ്ങനെ പറ. ഗിരിയിൽ നിന്നും സുമി പ്രതീക്ഷിക്കുന്നത് എന്താന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരാണെങ്കിൽ അത് ഞാൻ തരാം. ആദ്യമേ ഗിരി പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അതാണ് മാറ്റേണ്ടത്. അത് നാവീന്ന് മാറിയാ പോരാ, മനസ്സിന് മാറണം. വാക്കോ? എന്ത് വാക്ക്? പാർട്ട്ണർ എന്ന വാക്ക്. അതൊരിക്കലും ഗിരിക്കും സുമിക്കും ചേരുന്നതല്ല. സുമി ഗിരിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു ഭർത്താവിന്റെ കരുതലും സ്നേഹവുമാണ്, അല്ലാതെ ഒരു പാർട്ട്ണറിന്റെ പെരുമാറ്റം അല്ല. അവൾ ആഗ്രഹിക്കുന്നത് ഒരു ഭാര്യയുടെ അവകാശങ്ങളാണ്, സ്വാതന്ത്ര്യങ്ങളാണ്. ഓ ശരി, ഇതേ ഈ കടലാസിൽ എഴുതി വെക്കുന്ന പോലെ പറയാൻ എളുപ്പമാ. പക്ഷെ പ്രാക്ടിക്കലി ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കതാ മനസ്സിലാകാത്തത്. എന്റെ ആകാശേ, നീ കേൾക്കണം. എല്ലാ രീതിയിലും ഞാൻ സുമിതയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നില്ലേ? നീ ചെയ്യുന്നതെല്ലാം ഒരു സുഹൃത്തിന്റെ അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ ഒരു പാർട്ട്ണറുടെ ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ്. എടാ, നീ അവളുടെ ഭർത്താവായി മാറണം. നിങ്ങൾക്കിടയിൽ ഒരു നല്ല റൊമാൻറ്റിക് റാപ്പ് ഉണ്ടാവണം. എടാ, ഞാൻ അതിനെന്താണ് വേണ്ടത്? എന്റെ ഗിരി, ഇതൊന്നും അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നാലും ചില നുണുക്ക് വിദ്യകൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഗിരിക്ക് അവളെയും കൊണ്ട് ഒരു ഔട്ടിങ്ങിനൊക്കെ പോയിക്കൂടെ? എക്സാക്ട്ലി, അതൊരു നല്ല ഐഡിയ. ആ, സുമിയുടെ അടുത്ത് കൂടി നീ ചോദിച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി പോണം. പോയി നിങ്ങളൊന്ന് അടിച്ചു പൊളിച്ചിട്ട് വാ. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ അതൊക്കെ ഒരു പതിവായിക്കോളും. അങ്ങനെ മെല്ലെ മെല്ലെ ഒന്ന് അടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കിയാൽ മതി. സുമിത ആക്സിഡന്റ് പറ്റി വയ്യാതെ കിടന്നപ്പോ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നീ കാണിച്ച സ്നേഹവും കരുതലൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇനി ജീവിതത്തിൽ നീ അവളോട് കാണിക്കേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.